അനന്തിന് അറിയോ, ഞാൻ ഒരുപാട് പേരെ സിനിമയിൽ കയറ്റിയിട്ടുള്ളതാ. അതെയോ? അതെ അതെ. ഓ ഓ ഞാൻ ചെയ്യാം. ടെലിബ്രാൻഡ് ഷോ കലക്കിയത് കാരണം കുറച്ച് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട് സർ. വരും, അവസരങ്ങൾ ഇനിയും വരും. ആനന്ദ്, നീയെങ്കിലും ഗുരുക്കന്മാരെയൊക്കെ മറക്കരുത് കേട്ടോ. അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? ഇപ്പൊ തന്നെ ടെലിബ്രാൻഡ് ഷോ വന്നപ്പോ സാർ എനിക്കല്ല അവസരം തന്നത്. അയ്യോ, അത് അങ്ങനെയല്ലേ പറ്റൂ മോനെ. നമ്മുടെ കൊളുത്തിന്റെ പയ്യനല്ലേ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കൊളുത്തൂരാൻ സാർ പറഞ്ഞ പോലെ അഭിനയിച്ചിട്ടാ ടെലിബ്രാൻഡ് ഷോ ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. ഓ ആ ആനന്ദ്, കഴിഞ്ഞ ദിവസം ഞാൻ മാഗസീനിലൊരു വാർത്ത കണ്ടു. ചില രാഷ്ട്രീയക്കാരും കൂലിത്തല്ലുകാരുമൊക്കെ ആനന്ദ് പഞ്ചസാര പോരാ, അവരൊക്കെ സുബേർ ബഞ്ചി വാങ്ങുന്നുണ്ടെന്ന്. ആളെ കൊല്ലാൻ സുബേർ ബഞ്ചിക്ക് കഴിയുമെങ്കിൽ നിയമ നൂലാമാലകളും നടപടികളും ഒന്നും നോക്കാതെ കൃത്യം നടത്താമല്ലോ. അതേത് മാഗസീനാ സർ? അത് പങ്കായം. ഒരെണ്ണം വാങ്ങണം. സത്യത്തിൽ ആനന്ദ്, ഇതൊരു കഥാപാത്രത്തിന്റെ മികവാണ് കേട്ടോ. ഏത് കഥാപാത്രം? ആനന്ദിലെ അവതാരകൻ എന്ന കഥാപാത്രത്തിന്റെ മികവ്. താങ്ക് യു സർ. ആനന്ദ്, ഉടൻ തന്നെ നിങ്ങൾ രക്ഷപ്പെടും. ഈ റോക്കി നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. കൊളുത്ത് അഭിനയത്തിന്റെ നാളം നന്നായി കൊളുത്തി തരുന്നില്ലേ? കൊളുത്തുന്നുണ്ട്, നന്നായി കൊളുത്തുന്നുണ്ട്. ആനന്ദ്, നിന്റെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് വേണം എനിക്കൊന്ന്. എന്താ സാർ അപ്പോഴേക്കും കണ്ണടയ്ക്കുന്നതിനെ പറ്റിട്ടൊക്കെ ആലോചിക്കുന്നത്? കണ്ണടയ്ക്കാനോ? ആര്? ഇടോ, തന്റെ സിനിമ തിയേറ്ററിൽ ഇരുന്നൊന്ന് കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ മുഴുവൻ ഒന്ന് വിലസാൻ. ഓ അങ്ങനെ. അങ്ങനെ. വിട് പോട്ടെ. സ്വന്തം അച്ഛനും അമ്മയൊക്കെ മറന്ന് കൊച്ചിയിൽ നിൽക്കുന്നോണ്ട് ചോദിക്കുക, ആനന്ദ് സിനിമയിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ മറക്കുവോ? ഇല്ല സർ, ഒരിക്കലും ഇല്ല. അച്ഛനും അമ്മേനെയും പോലെ അല്ല സിനിമ. അച്ഛനും അമ്മയും കാശ് തരില്ല, ഉപദേശം മാത്രമേ തരൂ. പക്ഷെ സിനിമയാണെങ്കിൽ പണവും പ്രശസ്തിയും എല്ലാം തരും. അപ്പൊ സിനിമ തന്നവരെ ഞാൻ മറക്കുമോ സർ? എനിക്കതിന് കഴിയില്ല സർ, കഴിയില്ല. ഈ വട്ടെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും നമുക്ക് ഈ ബന്ധം വേണോ റോയിച്ച? നിനക്കിപ്പോ എന്താ വേണ്ടേ? ചിഞ്ചുവിനെ പിരിച്ചു വിടണം. പറ്റത്തില്ല റോയിച്ച, ഇവിടെ എല്ലാ കാര്യത്തിനും ഭൂരിപക്ഷം എടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഇതിലും അങ്ങനെ നോക്കിയാൽ എന്നോടൊപ്പം നിൽക്കാനുണ്ടാവും ആളുകൾ. അതെനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ആരോടും ചോദിക്കാതെ അവൾ ഇവിടെ നിയമിച്ചത്. റോയിച്ചൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണല്ലോ. അപ്പൊ ഇനിയും കേട്ടോ? ഇനിയും കേൾക്കാം, പക്ഷേ ഇതൊരെണ്ണം ഒഴിച്ച്. ഒരെണ്ണോ ഒഴിക്കണ്ട. ചിഞ്ചുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. എന്നാൽ ശക്തമായ സമരമുറകൾ ഞങ്ങൾ അഴിച്ചുവിടും. റോയിച്ചൻ അതെല്ലാം നേരിടാൻ തയ്യാറായിക്കും. എന്ത് സമരമുറയാണ് നീ അഴിച്ചുവിടാൻ പോകുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങത്തില്ല, കോഫി ഷോപ്പിൽ കയറത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഇതൊക്കെയല്ലേ നീ ചെയ്തോ? ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതൊന്നുമല്ല. പിന്നെന്ത് തേങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് തൊലയ്ക്ക് വേഗം. ഞങ്ങൾ റോയിച്ചനോട് മിണ്ടില്ല. ഓഹോ, ആരൊക്കെ ഞങ്ങൾ? ഞാനും പാറും ആനന്ദ്. ഓഹോ, എത്ര നേരം മിണ്ടാതിരിക്കും? കൂടി വന്ന രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് ഊണഴിക്കുന്നവരെ, അതിനപ്പുറം പോകില്ലല്ലോ. അതെന്താ? അത് കഴിഞ്ഞ് മിണ്ടാതിരിക്കുന്നവർ മിണ്ടണമെന്ന് നിയമമുണ്ടോ? നിയമമൊന്നുമില്ല, പക്ഷെ വിശപ്പുണ്ടാവുമല്ലോ. അപ്പം എന്ത് ചെയ്യും? വിശന്ന് ഞങ്ങൾ ചാവും. അതിനു മുമ്പ് ഞങ്ങൾ റോയിച്ചന്റെ പേരെഴുതി വെക്കും. എൻ്റെ പേര് എഴുതി വെക്കുമ്പോഴെങ്കിലും തെറ്റാതെ എഴുതണം. ആ സമയത്തും വേറെ ചിന്ത കയറി വല്ല പെമ്പിള്ളേരും പേര് എഴുതി വെക്കരുത്. റോയിച്ച, ടോണി, ചിഞ്ചു, വാ മോളെ. എന്തൊരു ഈണം. താങ്ക് യു. എനിക്ക് വേണ്ട. കുഴപ്പമില്ല, മോള് കുടിച്ചോ. വേണ്ട, ടോണി മോന് കൊണ്ടുവന്ന കോഫിയല്ലേ, എനിക്ക് വേണ്ട. അത് സാരമില്ല, ടോണി മോഞ്ഞ് വേണ്ടല്ലേ. അയ്യേ, മോനല്ല മോൻ. മോനെങ്കി മോൻ. ഞാൻ ആരുടെ മോനൊന്നുമല്ല. അയ്യോ റോയിച്ചോ, നമ്മൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറയണ്ടെന്നാ പറഞ്ഞത്. ഇത് മോളെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച സ്പെഷ്യൽ കാർഡമം കോഫി പൗഡർ അല്ലേ? ഒന്നുമില്ല, ഇത്രയും നാളെ ഞാൻ കോഫി ഷോപ്പ് നടത്തിയിട്ടും ഇത്രയും ടേസ്റ്റ് ഉള്ള കോഫി പൗഡർ ഇട്ട് ഇതുവരെ ഒരു കോഫി കുടിച്ചിട്ടില്ല. ഞാനും
നമ്മുടെ കോഫി ഷോപ്പ് മിക്കവാറും ഒന്ന് പൂട്ടും. അയ്യടാ, ഇപ്പൊ ഈ അളിഞ്ഞ വിറ്റൊന്നും അടിക്കല്ലേ ടോണിമോനെ. ചിഞ്ചും ഈ കോഫി ഒന്ന് ആസ്വദിച്ച് കുടിക്കട്ടെ. ഇത്രയും ടേസ്റ്റുള്ള കോഫിയോ? എന്നാ പറഞ്ഞാൽ കുടിക്കണമല്ലോ. ഛേ, ആദ്യം തന്നെ അങ്ങ് കുടിച്ചാൽ മതിയായിരുന്നു. അടിപൊളിയാണല്ലേ. ഈ 2013 നീ താരമാടാനന്ദേ, നിന്നെ ഈ റോക്കി ആക്കിയിരിക്കും. സാർ ആക്കിയതാണോ അതോ ഇനി ഞാൻ ചാൻസ് ചോദിക്കാതിരിക്കാനുള്ള താക്കീതാണോ? അതെന്താടാ ആനന്ദേ അങ്ങനെ പറഞ്ഞേ? അത് വേറൊന്നും കൊണ്ടല്ല സർ, എന്നെ എല്ലാവരും കളിയാക്കുന്നത് പതിവാ. എനിക്ക് എങ്ങനെങ്കിലും ഒരു സ്റ്റാർ ആയേ പറ്റൂ. ഈ കളിയാക്കുന്നവർക്കൊക്കെ എപ്പോഴാ ഞാൻ ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കുക? ഓട്ടോഗ്രാഫ് കൊടുക്കാൻ കഴിയണമെങ്കിൽ കഴിവിന്റെ പരമാവധി കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പെട്ടാൽ ഞാൻ നിന്നെ നീ ചിന്തിക്കുന്നതിനും മുകളിലത്തെ നിലയിലെത്തിക്കും. കഷ്ടപ്പെടാ സർ, സിനിമാ നടനാവാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ. മതി, അത് മതി. പിന്നെ എന്നോടുള്ള സ്നേഹം ആരോടുള്ളതിനേക്കാൾ കൂടുന്നത് കൊണ്ട് തെറ്റില്ലാട്ടോ. അതെനിക്കറിയാം സർ. സാറിന് വേണ്ട സ്നേഹം അളവിൽ കൂടുതൽ ഞാൻ തരും. പിന്നെ കൊളുത്തൂരൻ സാറിനും. അവനെ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിക്കാതിരിക്കുന്നതാ ബുദ്ധി. അതെന്താ സർ? അവൻ ചെറിയ രീതിയിലൊരു വഞ്ചകനാണ് കേട്ടോ. എത്ര ആളുകളെയാണെന്നറിയാമോ അവൻ ചിരിച്ചുകൊണ്ട് വഞ്ചിച്ചിരിക്കുന്നത്? ഇല്ല, അറിയില്ല. ഓ, അതൊന്നും അറിയാതിരിക്കുന്നതാ ഭേദം. കൊച്ചിയിൽ ഒരുപാട് സിനിമാക്കാർ എൻ്റെ പിള്ളേരെ വേണമെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. ഞാൻ അതിൽ ഏറ്റവും നല്ലവർക്കേ നിന്നെ കൊടുക്കൂ. മതി, അത് മതി. സാറ് നോക്കിയും കണ്ടും ബോധ്യപ്പെട്ടവർക്ക് മാത്രം എന്റെ ഡേറ്റ് അല്ല എന്നെ അഭിനയിക്കാൻ കൊടുത്താ മതി. അത് ഞാൻ ഏറ്റു. പക്ഷേ നമുക്കൊന്ന് കറങ്ങണം. അയ്യോ ഈ കൊച്ചി മുഴുവൻ. സാർ, അല്ലെങ്കിൽ തന്നെ കറങ്ങി നിൽക്കാൻ സമയമില്ലാണ്ട് കോഫി ഷോപ്പിൽ ആവശ്യത്തിലധികം ജോലിയുണ്ട്. എന്നാ കോഫി ഷോപ്പിൽ പോയിരിക്കെ, സിനിമ വേണ്ടാന്ന് വെക്കാം. അയ്യോ അങ്ങനെ പറയല്ല സർ. സാറിന് ഇപ്പൊ എന്താ വേണ്ട? കൊച്ചി കറങ്ങണം, അത്രല്ലേ ഉള്ളൂ. വാ വാ. ആനന്ദ് എന്റെ അഭ്യർത്ഥന സ്വീകരിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാനും. എന്ത്? അല്ല, സത്യത്തിൽ കൊച്ചിയിൽ നമുക്ക് എങ്ങോട്ടാ പോണ്ടത്? സിനിമാക്കാർക്കിടയിലേക്ക്. ഇന്ന് ഞാൻ ആനന്ദിന് കുറച്ച് സിനിമാക്കാരെ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണേ. വണ്ടിയെടുക്ക്, എടുക്ക്. പണ്ടാരം, എങ്ങനെയാ അയാളൊന്ന് ഒഴിവാക്കുക? എന്ത് പറ്റി ആനന്ദ്? പെട്രോൾ തീർന്നാ തോന്നുന്നേ. ഓ, അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തായി എന്റെ ഫ്ലാറ്റ്. നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാം. വേണ്ട വേണ്ട, വണ്ടി ഇപ്പൊ സ്റ്റാർട്ടാവും. ഇപ്പൊ സ്റ്റാർട്ടാക്കാം. അയ്യോ, സ്റ്റാർട്ടായല്ലോ. പോട്ടെ പോട്ടെ പോട്ടെ. ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ. ദൈവമേ, എങ്ങനെയാ ഇയാളൊന്ന് ഒഴിവാക്കുക? വണ്ടി സ്റ്റാർട്ടായല്ലോ. ഇനി എന്താണ് ചിന്തിക്കുന്നത് ആനന്ദ്? അല്ല, ഇനിയാണ് ചിന്തിക്കേണ്ടത്. ഓ, അല്ലെങ്കിൽ പണി കിട്ടും. പോട്ടെ 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 പോട്ടെ. അയ്യോ.